നമ്മൾ പലർക്കും ചില കാര്യങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ടല്ലേ. അത് ചിലപ്പോൾ ഒരു യാത്രയാകാം, അല്ലെങ്കിൽ നമുക്ക് കുറേ ആഗ്രഹമുള്ള ഒരു സാധനമാകാം. പൈസ ഇല്ലാത്തത് കൊണ്ട് കുറേ വർഷങ്ങളായി മാനിഫെസ്റ്റ് ചെയ്ത് ഈ ബർക്കിൻസ്റ്റോക്കിൻ്റെ പെട്ടി കയ്യിൽ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. ബർക്കിൻസ്റ്റോക്കിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കമ്പനികളിൽ ഒന്നാണ് ബർക്കിൻസ്റ്റോക്ക്. ഏകദേശം ഒരു 250 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടായിരിക്കും. ഒരു ജർമ്മൻ കമ്പനിയും കൂടിയാണ് ബർക്കിൻസ്റ്റോക്ക്. സ്റ്റൈലിനേക്കാളുപരി കംഫേർട്ടിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പോപ്പുലർ ബ്രാൻഡാണ് ബർക്കിൻസ്റ്റോക്ക്. അത് എത്രമാത്രം സത്യമാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബർക്കിൻസ്റ്റോക്കിൻ്റെ ബെൻഡ് എന്ന സ്നീക്കേഴ്സാണിത്. സാധാരണ ബർക്കിൻസ്റ്റോക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അവരുടെ പോപ്പുലറായ സാൻഡൽസ് ആണല്ലേ. അന്ന് അതേ കംഫോർട്ട് ഒരു സ്നീക്കേഴ്സിൽ കിട്ടിയാലോ? അതാണ് ബർക്കിൻസ്റ്റോക്കിൻ്റെ ബ്ലെൻഡ്. ഒരു സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ഡിസൈനാണ്. സ്നീക്കേഴ്സിൻ്റെ അപ്പർ മെറ്റീരിയൽ മ്യൂബക് ലെതർ ആണ്. അത് സാധാരണ ലെതറിനേക്കാൾ സോഫ്റ്റ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഫ്ലഷ് ഔട്ട് ലെതർ പ്രോസസ്സിംഗ് ഇതിൻ്റെ ഉള്ളിൽ വളരെ സോഫ്റ്റായി ഒരു ഫീൽ നൽകുകയും ചെയ്യും. കോർക്ക് ലാറ്റക്സ് ഫുഡ് ബെഡ് ആയതുകൊണ്ട് തന്നെ ഈസിലി നമുക്കത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. സോൾ വരുന്നത് നാച്ചുറൽ റബ്ബറാണ്, അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് ഉണ്ടാവും. ഇതിലൊരു അഡീഷണൽ മിഡ് സോൾ ഉള്ളത് കൊണ്ട് നടക്കുമ്പോഴുള്ള ഇമ്പാക്റ്റ് കുറവായിരിക്കും. മൈക്രോ ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബ്രീത്തബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്വെറ്റ് കൺട്രോളും ചെയ്യും. ഈ ലെതർ എങ്ങനെയാണെന്ന് ഞാൻ സൂം ആൻഡ് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു നോക്കൂ. ഈ സ്നീക്കേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം അതിൻ്റെ ഔട്ട്സോൾ ആണ്. ത്രെഡ് പാറ്റേണിൽ ബർക്കിൻസ്റ്റോക്കിൻ്റെ ബ്രാൻഡ് ക്ലിയറായി എഴുതിയിട്ടുണ്ട്. ഔട്ട്സോൾ നാച്ചുറൽ റബ്ബർ ആയതിനാൽ നടക്കുമ്പോൾ നല്ല ഗ്രിപ്പ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വളരെ സഹായകമാണ്. ബർക്കിൻസ്റ്റോക്കിൻ്റെ കറക്റ്റ് സൈസ് എങ്ങനെ നോക്കി മേടിക്കാമെന്ന് കണ്ടാലോ. ഡിഫോൾട്ടായിട്ട് UK സൈസിലായിരിക്കും കൊടുത്തിരിക്കുക. US ആൻഡ് യൂറോ ചെക്ക് ബോക്സസ് അവൈലബിൾ ആണ്. അത് ചെക്ക് ചെയ്താൽ നമുക്ക് ആ സൈസും കാണാൻ പറ്റും. 2 feet ഫുട്ട് ലെങ്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കണ്ടോ? അത് നമ്മുടെ ഫുട്ട് ലെങ്ത് അഥവാ കാലിൻ്റെ അളവാണ്. ഇഞ്ചസ് ആൻഡ് സെൻറ്റിമീറ്ററിൽ അത് അവൈലബിൾ ആണ്. ഒരു സ്കെയിൽ അല്ലെങ്കിൽ മെഷറിംഗ് ടൈപ്പ് ഉപയോഗിച്ച് നമ്മുടെ കാലിൻ്റെ അളവ് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കാലിൻ്റെ അളവ് 24.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ UK 5, US 6 ആൻഡ് യൂറോ 38 ആയിരിക്കും നിങ്ങളുടെ കറക്റ്റ് സൈസ്. നല്ല റേറ്റുള്ള ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ സെയിലുള്ളപ്പോൾ മേടിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ മിന്ത്രയിൽ 50% ഓഫിന് ആണ് മേടിച്ചത്. നമുക്കിത് ഇനി സ്റ്റൈൽ ചെയ്ത് നോക്കിയാലോ. ഫോർമൽ ആൻഡ് കാഷ്വൽ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒപ്പം ഇത് ചേരും. ഈ സ്നീക്കേഴ്സിൻ്റെ ഒപ്പം മാച്ചായി പോകുന്ന കുറച്ച് കളർ കോമ്പിനേഷൻ ഞാൻ AI യൂസ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ എങ്ങനെയുണ്ടെന്ന്. ഇതിൽ ഏത് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻസിൽ പറഞ്ഞോ. വേറെ വല്ല നല്ല കളർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അതും കമൻസിൽ പറഞ്ഞോളൂ. അപ്പോൾ നോക്കൂ കേട്ടോ. ഇനി വീഡിയോയുടെ അവസാനം പറയാമെന്ന് പറഞ്ഞാൽ ഷൂവിൻ്റെ കംഫർട്ടബിളിനെ കുറിച്ചിട്ട്. ഞാൻ ഈ സ്നീക്കേഴ്സ് ഇട്ടിട്ടാണ് ഈ പാറയും കല്ലൊക്കെ ചവിട്ടിയിട്ട് ഞങ്ങളുടെ ലാസ്റ്റ് ലേഡീസ് ട്രിപ്പ് പോയത്. അതും ഒരു ഫോറസ്റ്റ് ആൻഡ് റിവർ സൈഡിലെ ഏരിയയിലേക്ക്. ആർക്കും കാർ ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് ഫുൾ നടത്തായിരുന്നു. ഈ സ്നീക്കേഴ്സ് ഉള്ളതുകൊണ്ട് കംഫർട്ടബിളായി നടക്കാൻ പറ്റും. അതുപോലെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്ത് നോക്കും. ഈ പ്ലേസ് നിങ്ങൾക്ക് മനസ്സിലായി തീർച്ചയായും കമൻസിൽ പറഞ്ഞോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ പിന്നെ കാണാം.